അദ്ദേഹം വളരെ ദുഃഖിതനായി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഹനുമാൻ സ്വാമിക്ക് നിങ്ങളൊരു വഴിപാട് കഴിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ വന്നത്. അദ്ദേഹം ഹനുമാൻ സ്വാമിക്ക് വഴിപാട് കഴിച്ചു. അദ്ദേഹം പിറ്റേ ദിവസം പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഫ്രണ്ടിൽ ഞാനിവിടെ ഒന്ന് ഒരടി അടിച്ചു, സംഗീതം അടിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും 3 മണിയായപ്പോഴത്തേക്കും എനിക്ക് അനുഭവം കിട്ടി. ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ നടത്തുന്ന ഒരു വഴിപാട്. അത് ശരി. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. രാമമന്ത്രം മുഴങ്ങുന്ന പുണ്യ കർക്കിടക മാസം ആരംഭിക്കുകയായി. ഈ പുണ്യമാസത്തിൽ നാലമ്പല ദർശനത്തിനായി നാം എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. എറണാകുളം ജില്ലയിലെ അതിപ്രസിദ്ധമായ നാലമ്പല ദർശനം ആരംഭിക്കുന്നത് ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ്. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി മേമുറി ഭരതപ്പള്ളി ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും മാമലശ്ശേരി ശത്രുഘ്നസ്വാമി ക്ഷേത്ര ദർശനവും നടത്തി വീണ്ടും മാമലശ്ശേരി ശ്രീരാമസ്വാമിയെ കണ്ടു വണങ്ങുമ്പോഴാണ് ഈ നാലമ്പല ദർശനം പൂർത്തിയാവുക. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് രാമമംഗലം പഞ്ചായത്തിലാണ് മാമലശ്ശേരി ശ്രീ രാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമായണത്തിന്റെ ഓർമ്മകളാൽ സമ്പന്നമാണ് ശരിക്കും ഈ പുണ്യഭൂമി. ഇവിടെ നിന്ന് തന്നെയാണ് പുണ്യമായ നാലമ്പല ദർശനം തുടക്കമാവുന്നത്. മായാവേഷത്തിലെത്തിയ മാരീചനെ നിഗ്രഹിച്ച ശേഷമുള്ള ഭാവത്തിലാണ് ഭഗവാൻ ശ്രീരാമൻ ഇവിടെ കുടികൊള്ളുന്നത്. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് മാമലശ്ശേരി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റും നാലമ്പല സമിതിയുടെ സെക്രട്ടറിയുമായ ശ്രീ സുരേഷ് കുമാർ ചേട്ടനാണ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഈ കർക്കിടക മാസത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചും പറയുന്നതായിരിക്കും. ചേട്ടാ, ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഒന്ന് പറയാം. തീർച്ചയായിട്ടും. ഈ സ്ഥലം തന്നെ ഈ പഞ്ചായത്ത് ശ്രീരാമമംഗലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമമംഗലം പിന്നീട് രാമമംഗലമായി എന്നാണ് വിശ്വാസം. മാരീചനായി വന്ന മാനിനെ ശ്രീരാമചന്ദ്രൻ നിഗ്രഹിച്ചു വീഴ്ത്തി മാൻ മലച്ച ചേരി മാമലശ്ശേരിയായിരുന്നു. മാമലശ്ശേരി പിന്നീട് മാമലശ്ശേരി ആയെന്നുമാണ് സങ്കല്പം. ഈ ക്ഷേത്രത്തിൽ നിന്നും എയർ ഡിസ്റ്റൻസിൽ ഒരു 200 മീറ്ററോളം സഞ്ചരിച്ചാൽ മാനാടി എന്നൊരു പാടശേഖരമുണ്ട്. മാനാടി മാൻ തുള്ളിക്കളിച്ച് നടന്നുകൊണ്ടായിരിക്കാം അതിന് മാനാടി എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ മംഗല്യാസമേതനായി ശ്രീരാമേന്ദ്രൻ വസിച്ചിരുന്ന ദേശം, അതുകൊണ്ടായിരിക്കാം ശ്രീരാമമംഗലം എന്ന് ഈ പഞ്ചായത്തിന് പേര് വരുവാനുണ്ടായ കാരണം. ഇത് പശുക്കൾ മേഞ്ഞിരുന്ന ഒരു മണ്ണാന്നാണ് വിശ്വാസം. ഗോക്കൾ മേഞ്ഞിരുന്ന. അങ്ങനെ ഗോക്കൾ മേയുന്ന സന്ദർഭത്തിൽ ഒരു പശു സ്വയമേവ ഒരു പാറയിലേക്ക് പാൽ ചുരത്തുന്നത് കണ്ട് സിദ്ധനായ ഒരാൾ അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരാൽ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് പറയുന്നത്. നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിലുള്ള ആ റോഡിലുള്ള ജംഗ്ഷന്റെ പേര് കൊട്ടാരക്കടവെന്നാണ്. കൊട്ടാരക്കടവ്. അവിടെയുള്ള പല വീടുകളുടെയും പേര് കൊട്ടാരത്തിന് മുകളിൽ എന്നാണ്. അപ്പൊ ഈ വിശ്വാസങ്ങളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ ഇത് രാജാക്കന്മാരാൽ പണി കഴിപ്പിച്ചപ്പെട്ടതാണെന്നും ഒരു 800 വർഷം പഴക്കമുള്ളതാണെന്നും നമ്മൾ കരുതുന്നു. പുല്യാട്ടിളയതെന്ന് പറയുന്ന ഒരു ഇളയതിന്റെ മണ്ണിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാന വഴിപാട് ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം, കുടംപാല്, പാലഭിഷേകം, ഉദരരോഗ നിവർത്തിയാർത്ഥം ഉഷപ്പായസം വെച്ചാൽ വളരെ കുറച്ച് മധുരമാണ് അതിൽ ചേർത്തിയത്. കൂട്ടുപായസം, വെള്ളി കൊണ്ടുള്ള അമ്പും വില്ലും സമർപ്പിക്കുക. വെള്ളി കൊണ്ടുള്ള അമ്പും വില്ലും, അതെന്താ അതിന്റെ ഒരു പ്രത്യേകത? ശ്രീരാമസ്വാമിയുടെ ആയുധം, മാരീചനെ നിഗ്രഹിച്ചു നിൽക്കുന്ന ശ്രീരാമസ്വാമി എന്നാണ് സങ്കല്പം. തീർച്ചയായിട്ടും ശ്രീരാമസ്വാമിയുടെ ആയുധം ശ്രീരാമസ്വാമിയുടെ പ്രപാദങ്ങളിൽ സമർപ്പിക്കുക. അപ്പൊ ആ വഴിപാട് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്? സർവൈശ്വര്യങ്ങൾക്കുമായി ശ്രീരാമസ്വാമിക്ക് മുന്നിൽ വെള്ളി കൊണ്ടുള്ള അമ്പും വില്ലും സമർപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു. മറ്റേ ഉഷപ്പായസം ഉദരരോഗ നിവർത്തിയാർത്ഥാണ്. വയറ് സംബന്ധമായ അസുഖമുള്ളവർക്ക് ഉഷപായസം കഴിക്കാൻ പറയും. ഉഷപായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മധുരത്തിന്റെ ചെറിയൊരു അംശം മാത്രമേ അതിലുണ്ടാവുള്ളൂ. പിന്നെ ശ്രീരാമസ്വാമിക്ക് സ്വർണ്ണഗോപി ചാർത്താം. സ്വർണ്ണഗോപി അതൊരു പ്രത്യേക, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സ്വർണ്ണഗോപി എന്ന് പറയുന്നത്. അതെന്താ? സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ഗോപി അത് ഭക്തര് കൗണ്ടറിൽ നിന്ന് മേടിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വെക്കുകയും മേൽശാന്തി ആ സ്വർണ്ണഗോപി ഭഗവാന് ചാർത്തുകയും ചെയ്യും.
ഓ അത് അതായത് ഭക്തൻ നൽകുന്ന സ്വർണഗോപി ഭഗവാന് ചാർത്തി നൽകി. ഓക്കെ. അതിന്റെ പ്രത്യേകത, അതായത് അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്വർണഗോപി? സ്വർണ്ണഗോപി ചാർത്തുന്നത് എല്ലാ ഐശ്വര്യങ്ങൾക്കും നല്ലതാണ്. സർവ്വ ഐശ്വര്യങ്ങൾക്കും നല്ലതാണ് സ്വർണ്ണഗോപി ചാർത്തുക. പിന്നെ പ്രധാന ഉപദേവനാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി വടക്കു വശത്ത് ഓവ് താങ്ങിയായി ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്നു. തുല്യ പ്രാധാന്യമാണ് ശ്രീരാമസ്വാമിക്ക് തുല്യ പ്രാധാന്യം. ശ്രീരാമസ്വാമിക്ക് വഴിപാട് കഴിക്കുന്ന ഭക്തരെല്ലാം ഹനുമാൻ സ്വാമിക്ക് വഴിപാട് കഴിക്കും. ഹനുമാൻ സ്വാമിക്ക് ഉള്ള ഒരു പ്രത്യേക വഴിപാട്, ഹനുമാൻ സ്വാമിക്ക് നേദ്യങ്ങളില് വെണ്ണ നേദ്യം, അവൽ നിവേദ്യം, പിന്നെ കുന്നിക്കുരു പറ. വിദേശ യാത്രാ തടസ്സങ്ങളിൽ നിരന്തരമായിട്ട് തടസ്സങ്ങൾ ഉള്ളവർക്ക് ഹനുമാൻ സ്വാമിക്ക് കുന്നിക്കുരു പറ വച്ചാൽ ഭയങ്കര വിശേഷം. അത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കുന്നിക്കുരു പറ. അതായത് വിദേശ യാത്രാ തടസ്സമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വഴിപാടാണ്. അത് ഏറ്റവും തീർച്ചയായിട്ടും നിരവധി ഭക്തർ ഇവിടെ കുന്നിക്കുരു പറ വയ്ക്കാനായിട്ട് ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ അവരവരുടെ അനുഭവങ്ങളും വിവരിക്കാറുണ്ട്. ശരി. ഹനുമാൻ സ്വാമിക്ക് അതുപോലെ വെറ്റില മാല ചാർത്തുക, വെറ്റില സമർപ്പിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെള്ളി കൊണ്ടുള്ള ഗദ സമർപ്പണം. ഹനുമാൻ സ്വാമിയുടെ ആയുധമായ ഗദ അദ്ദേഹത്തിന് സമർപ്പിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്വാഭാവികമായിട്ട് ഹനുമാൻ സ്വാമിയുടെ ശരിക്കും പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ റിസൾട്ട് പെട്ടെന്നാണ്. നമുക്ക് പലരും അവരുടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമി എടുത്ത വഴിപാട് കഴിക്കണേ. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. ഇവിടെ വന്നൊരു ഭക്തൻ ഒരു 10 വർഷം മുമ്പ് ഇവിടെ മേളത്തിന് വന്ന ഒരാളാണ്. ഉത്സവത്തിന്റെ മേളത്തിന് വന്ന് അദ്ദേഹം മേളം കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പവന്റെ മോതിരയില്ല. അദ്ദേഹം വളരെ ദുഃഖിതനായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഹനുമാൻ സ്വാമിക്ക് നിങ്ങളൊരു വഴിപാട് കഴിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ വന്നത്. അദ്ദേഹം ഹനുമാൻ സ്വാമിക്ക് വഴിപാട് കഴിച്ചു. അദ്ദേഹം പിറ്റേ ദിവസം പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഫ്രണ്ടില് ഇവിടെ പുല്ലാണ്. ഈ പുല്ലിൽ കിടന്ന് അദ്ദേഹത്തിന് സ്ഥാപനം ഹനുമാൻ സ്വാമിയുടെ കോവിലിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഒരു പവന്റെ മോതിരാണ്. നിരവധി ആളുകൾ. എത്ര നാൾ മുമ്പാണ് ഇത്? അതൊരു 10 വർഷമായി. അതൊരു വല്ലാത്തൊരു അനുഭവം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ അനുഭവം. ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ തന്നെ അത് കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതെ. അപ്പൊ അതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് തുല്യ പ്രാധാന്യം. ചിലരൊക്കെ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് കഴിക്കാൻ വരുന്നതാണ് കുന്നിക്കുരു പറ. പക്ഷെ അവരോട് ഞങ്ങൾ പറയും ശ്രീരാമസ്വാമിക്ക് നിങ്ങൾ തുല്യ പ്രാധാന്യമുള്ള വഴിപാട് നടക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പറയും. അത് ശരിയല്ലല്ലോ. അപ്പൊ അവര് തീർച്ചയായിട്ടും ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസോ അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി എങ്കിലും കഴിച്ച് അവര് മടങ്ങാറുള്ളൂ. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, അതായത് മൂവാറ്റുപുഴയാറിനോട് ചേർന്ന് അല്ലെ? തീർച്ചയായിട്ടും മൂവാറ്റുപുഴയാറിന്റെ ചേർന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ കുളിച്ച് മേൽശാന്തി ഒരു കുടം വെള്ളവുമായി വന്ന് ആദ്യത്തെ അഭിഷേകം അമന്ത്രാഭിഷേകം, മന്ത്രം ജപിക്കാതെ ആ വെള്ളം കൊണ്ട് ആണ് ശ്രീരാമസ്വാമിക്ക് അഭിഷേകം. അത് കഴിഞ്ഞിട്ടാണ് മന്ത്രം ജപിച്ചുകൊണ്ടുള്ള അഭിഷേകവും. രീതി അങ്ങനെയാണ്. അപ്പം ഇനിയിപ്പം നമ്മുടെ കർക്കിടക മാസം രാമായണ മാസമാണ് വരുന്നത്. അപ്പൊ ഈ രാമായണ മാസത്തിന് ഈ ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ എല്ലാം എങ്ങനെയാണ്? എല്ലാം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. നാലമ്പല സമിതിയുടെ സെക്രട്ടറിയും ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റും കൂടിയാണ് ഞാൻ. നാലമ്പല സമിതിയുടെ സെക്രട്ടറി എന്ന രീതിയിൽ മുൻ വർഷങ്ങളേക്കാൾ ഒരുപടി മുന്നിലാണ് നമ്മളതിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർണ്ണമായി വരികയാണ്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൽപ്പെടുത്തി കഴിഞ്ഞ വർഷം 50 സർവീസുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം 100-ലധികം സർവീസുകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിനും ഭക്തർക്ക് സുഗമമായ ദർശനം നൽകുന്നതിനും വേണ്ടി അദ്ദേഹം യോഗം വിളിച്ചിരുന്നു. ഞങ്ങൾ ആ യോഗത്തിൽ നാലമ്പല ദർശനത്തിനായിട്ട് KSRTC സ്പെഷ്യൽ സർവീസ്, അതും 100-ലധികം സർവീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തൊഴുത് മേമുറിയിൽ ഭരതസ്വാമിയെ തൊഴുത്, മുളക്കുളത്ത് ലക്ഷ്മണസ്വാമിയെ തൊഴുത്, മാമലശ്ശേരി നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമിയെ തൊഴുത് തിരികെ ശ്രീരാമസന്നിധിയിൽ എത്തിയിട്ട് ഭക്തർക്ക് പോകത്തക്ക രീതിയിലാണ് KSRTC അത് ക്രമീകരിച്ചിരിക്കുന്നത്. നാലമ്പലത്തോടനുബന്ധിച്ച് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും വരുന്ന മുഴുവൻ ഭക്തർക്കും ഭക്ഷണ സൗകര്യമുണ്ട്. അത് രാവിലെ 7 മണി തൊട്ട് നട അടയ്ക്കുന്നത് വരെയും ഉച്ചയ്ക്ക് ശേഷം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാവും. മുളക്കുളത്ത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കർക്കിടക മാസം മുഴുവൻ രാവിലെ മുതൽ അന്നദാനമുണ്ട്. നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ പായസ വിതരണമുണ്ട്. ഒരു ഭക്തർക്കും ഒരു വിശന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
ശ്രീരാമനെ തൊഴുതു വണങ്ങിയതിനു ശേഷം മേമുറി ഭരതസ്വാമിയുടെ സന്നിധിയിലേക്ക് യാത്ര തിരിക്കാം. മാമലശ്ശേരി ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് മേന്മുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. അതിപുരാതനമായ ക്ഷേത്ര സന്നിധിയാണ് മേന്മുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രം. വനവാസത്തിനു പോയ ശ്രീരാമന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മെതിയടിയുമായി രാജ്യം ഭരിക്കുന്ന ഭാവത്തിലാണ് ഭരതൻ ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മെതിയടി സമർപ്പണമാണ്. കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് മെതിയടി സമർപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് താമര സമർപ്പണമാണ്, താമരമാല. ക്ഷേത്ര ഉടമസ്ഥയായ മായച്ചിച്ചാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് മായച്ചിച്ച് പറയും. ഭഗവാന് ഇവിടുത്തെ ഭഗവാന് വന്നപ്പോ ഇവിടുത്തെ ദുർഗാദേവിയുടെ സ്വത്തായിരുന്നു ഇത് മൊത്തം. അപ്പൊ ഈ ഭഗവാൻ വന്നപ്പോ ഭഗവാന് ദുർഗാദേവി മൊത്തം കൊടുത്തു. അങ്ങനെയാണ് ഇവിടുത്തെ പറയണത്. പിന്നെ ഭഗവാന് അലങ്കാരം അല്ലാണ്ട് ഇഷ്ടമല്ല. അലങ്കാരം അധികം ഇഷ്ടമല്ല. ഭരത എന്താ വെച്ചാ ഏട്ടൻ പിന്നെ കാട്ടില് അതുകൊണ്ട് വലിയ അലങ്കാരം ഇഷ്ടമല്ല. ചേട്ടന്റെ അസാന്നിധ്യത്തില് എല്ലാം ത്യജിച്ചിട്ട് നിൽക്കുന്ന ഒരു ഏട്ടൻ ഭാവത്തിലായിരുന്നു എപ്പോ വരുന്നോ അപ്പൊ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഇതിലാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട ഒന്ന് മെതിയടി, കാര്യസിദ്ധിക്ക് താമരമാല, പിന്നെ വഴിപാട് പാൽപ്പായസം, കദളിപ്പഴം. അതുകൂടാതെ പിന്നെ നമുക്ക് ഈ ഇതുണ്ട്, നമ്മൾ ഈ രോഗത്തിനൊക്കെ പിന്നെ ഔഷധം കൊടുക്കുന്നുണ്ട്. എല്ലാവരും മേടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. ഈ രാമായണ മാസമാണല്ലോ വരുന്നത്. അപ്പം കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രാമായണ മാസമാണ്. അപ്പം അപ്പോൾ വരുന്ന ഈ തീർത്ഥാടകർക്ക് വേണ്ടി നമ്മുടെ ക്ഷേത്രത്തില് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും വഴിപാടോ പൂജകളോ? പിന്നെ പായസമൊക്കെ, പിന്നെ പാൽപ്പായസം അങ്ങനെ കൊടുത്താറില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവര് പോവുകയും അപ്പോ പായസം, ശർക്കര പായസം, നെയ് പായസം ഒക്കെ കൊടുക്കാന്നുള്ള അങ്ങനെയാണ്. പിന്നെ അവിലും മലരും തട്ടത്തിനകത്ത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തൊഴുതുകൊണ്ട് നിന്നപ്പോഴാണ് ഇവിടുത്തെ ഭക്തയായ പങ്കജാക്ഷി അമ്മയെ കാണുന്നത്. അപ്പൊ ഇവിടുത്തെ അനുഭവത്തെക്കുറിച്ച് പങ്കജാക്ഷി അമ്മ തന്നെ നമ്മളോട് നേരിട്ട് പറയും. എന്താ പറയാനുള്ളത്? ഭഗവാനെ കാലത്ത് വിചാരിച്ചാൽ ഉച്ചയ്ക്ക് അനുഭവം തന്നിരിക്കും, അത് വേറെ. പിന്നെ നമുക്കൊരു പെര പണിയാനായിട്ട് തന്നു. ഇപ്പോൾ ലോൺ കിട്ടിയില്ലാത്തതുകൊണ്ട് 8-10 പ്രാവശ്യം നടന്നു, എന്നിട്ടും പാസ്സായില്ല. ഞാനിവിടെ വന്ന് ഒരടി അടിച്ചു, സംഗനട്ട അടിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും 3 മണിയായപ്പോഴത്തേക്കും എനിക്ക് അനുഭവം കിട്ടി, ലോൺ പാസ്സായി, എല്ലാ പരിപാടി ചെയ്തു. ഞാൻ വന്നാളിൽ തൊട്ടുള്ള അനുഭവങ്ങൾ എനിക്കറിയാം. മേമുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. മേമുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയതിനു ശേഷം നേരെ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരേണ്ടത്. എന്നോടൊപ്പം ശ്രീ ഗോപികൃഷ്ണൻ ചേട്ടനുണ്ട്. അദ്ദേഹം നമ്മളോട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും നമ്മളോട് വിശദമായി സംസാരിക്കും. ചേട്ടാ, നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? ഇത് എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിൽ 3ാമത്തെ ക്ഷേത്രമായ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ റെക്കോർഡുകളിൽ ഈ ക്ഷേത്രം തിരുമൂഴിക്കുളം ദേവസ്വം എന്നാണ് ഇതിൻ്റെ പേര്. തിരുമൂഴിക്കുളം ദേവസ്വം എന്നാണ് ഇതിൻ്റെ പേര്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വൈക്കം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണ്.
അപ്പൊ ഇപ്പൊ ഇവിടെ ലക്ഷ്മണസ്വാമിയാണല്ലോ. അതെ. അപ്പൊ ലക്ഷ്മണസ്വാമിക്ക് എന്തെങ്കിലും പ്രത്യേക വഴിപാടുകൾ? അതുണ്ട്. ലക്ഷ്മണസ്വാമിക്ക് ഇവിടെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ പാൽപ്പായസമാണ്. പാൽപ്പായസം. പാൽപ്പായസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. പാൽപ്പായസത്തിൽ തന്നെ 12 ഈ പാലിന്റെ പാൽപ്പായസം, 12 ഇടങ്ങൾ ഈ പാലിന്റെ പാൽപ്പായസം അത് വളരെ പ്രധാനമായി. ഇവിടെ ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ നടത്തുന്ന ഒരു വഴിപാടാണ്. ഓ, അത് ശരി. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആ. അത് ഒരു പ്രാവശ്യം നടത്തുന്നവർ ആ. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നടത്തുന്നതാണ്. ഓ, അത് ശരി. ഒരു പ്രാവശ്യം നടത്തി കഴിഞ്ഞാൽ അവർ തന്നെ വീണ്ടും നടത്തിയിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു കാര്യസാധ്യം ഓ, ഉണ്ടാവും. അത് ശരി. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഒരു ഉപകാര സ്മരണ എന്നുള്ള രീതിയിൽ അവർ വീണ്ടും നടത്തും. അങ്ങനെ പലരും വന്ന് ചെയ്യാറുണ്ട്. ചെയ്തിട്ടുണ്ട്, പലരും ഓ. ചെയ്തിട്ടുണ്ട്. പലരും ചെയ്തിട്ടുണ്ടെന്ന് ഏതാണ്ടൊരു ഇതായിട്ട് തന്നെ അവിടെ നടക്കുന്നത്. അതൊരു പ്രത്യേകതയാണ് ആ വഴിപാട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഇവിടെ പന്തീരടി നിവേദ്യം. പന്തീരടിക്ക് ഒരു പ്രത്യേക പായസം, പന്തീരടി നിവേദ്യം, അത് പ്രധാനപ്പെട്ട സംഗതി. 2008, 2009 കാലത്തോടെ നാലമ്പല തീർത്ഥാടനം സമീപത്തുള്ള മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ഭരതസ്വാമി ക്ഷേത്രം, നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളുമായി സഹകരിച്ച് നാലമ്പല തീർത്ഥാടനം ആരംഭിച്ചതോടെ ഇതിന്റെ പ്രസിദ്ധി വീണ്ടും വർദ്ധിക്കുകയും ഒരുപാട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ക്ഷേത്രോപദേശ സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന് ഭക്തജനങ്ങൾക്കായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും തൊഴുതിറങ്ങിയതിന് ശേഷം വേണം നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കാൻ. മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്തും. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായ ശ്രീ മോഹൻ ചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. ക്ഷേത്രത്തിനെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും മോഹൻ ചേട്ടൻ നമ്മളോട് സംസാരിക്കും. ഈ ക്ഷേത്രം ഏതാണ്ട് വളരെ പുരാതന കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് പണ്ട് വനവാസകാലത്ത് ശത്രുഘ്നൻ ഒറ്റപ്പെട്ടു പോയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടെയുള്ളത്. പിന്നെ ഇവിടെ മാസത്തിൽ ഒരു ദിവസം മാത്രമേ പൂജയുള്ളൂ. അത് എല്ലാ മാസവും തിരുവോണനാളാണ്. ഈ കർക്കിടക മാസത്തിലെ നാലമ്പലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട്. എല്ലാ ദിവസവും പ്രത്യേകമായിട്ടുള്ള പൂജകൾ, അതായത് ശത്രുഘ്നൻ സ്വാമിക്കായിട്ടുള്ള എന്തെങ്കിലും വഴിപാട്? ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് ശത്രു ദോഷത്തിനും അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുമായിട്ട് കുരുത്തോലയിൽ തീർത്ത ചക്രം ഇവിടെ സമർപ്പിച്ച് അത് പൂജിച്ച് എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് അത്. അതാണ് പ്രത്യേകത. ഒരുമാതിരി ഞങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ ഓർഡർ വരാറുണ്ട്. അവരൊക്കെ നല്ല ഇതിൽ പറഞ്ഞിട്ടുമുണ്ട്. ശത്രു സംഹാരത്തിനുള്ള ശത്രുദോഷത്തിനുള്ള പൂജയാണ്. ശത്രുദോഷത്തിനും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും പിന്നെ മറ്റു വഴിപാടുകൾ പാൽപ്പായസം, കടുംപായസം, അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ. അതെല്ലാം സാധാരണഗതിയിൽ നടക്കുന്നത്. ഇതൊരു പ്രത്യേകത ഈ വഴിപാടിനുണ്ടെന്ന് മാത്രം. അത് എല്ലാ വർഷവും കൂടിക്കൂടി വരുന്നു. ഇവിടെ തൊഴുതിറങ്ങിയതിനു ശേഷം വീണ്ടും മാമലശ്ശേരി ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിലെത്തി തൊഴുതു പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ നാലമ്പല തീർത്ഥാടന വട്ടം പൂർത്തിയാകുന്നത്. നാലമ്പല ദർശനത്തിലൂടെ ഈ രാമായണ മാസം പുണ്യം നിറഞ്ഞതാവട്ടെ. രാമമന്ത്രങ്ങൾ മുഴങ്ങട്ടെ.